welcome to my channel Homemade. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്ന റെസിപ്പി സേമിയ ഉപ്മാവാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ്. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 1 കപ്പ് സേമിയ പായസത്തിന് എടുക്കുന്ന പോലെ ചെറുതായിട്ട് ഒടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ചേർക്കാനായിട്ട് ഞാൻ 1 ക്യാരറ്റ്, 5 ബീൻസ്, 1 സവാള, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും സാധനങ്ങൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തേക്കുവാണ്. ഇനി നമുക്ക് കടുക് താളിക്കാനായിട്ട് 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉഴുന്ന്, 2 വറ്റൽമുളക്, 2 തണ്ട് വേപ്പില, ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും എണ്ണയും വെള്ളവും വേണം. ഇനി നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഒരു പാനിൽ 1 സ്പൂൺ എണ്ണയോ നെയ്യോ എന്തെങ്കിലും ചേർത്ത് ഈ സേമിയ ഒന്ന് വറുത്തെടുക്കണം. സേമിയ വെന്ത് കഴിയുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുന്നത്. ഈ വറുത്ത സേമിയ ഒരു പാത്രത്തിലേക്ക് പകർത്തി മാറ്റി വയ്ക്കണം. പിന്നെ നമുക്കിനി കടുക് പൊട്ടിക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാകുമ്പോൾ 2 സ്പൂൺ എണ്ണ ചേർക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്തേക്കുന്നത്. ഏതെണ്ണയായാലും നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ ചേർക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോഴേക്കും അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉഴുന്ന് ചേർക്കുക. ഉഴുന്നും ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് വറ്റൽമുളകും വേപ്പിലയും ചേർത്ത് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും സവോളയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സവോള ചെറുതായി വാടിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർക്കാം. വേണമെങ്കിൽ പിന്നെ ഗ്രീൻ പീസ് ചേർക്കാം, തക്കാളി ചേർക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാരറ്റും ബീൻസും ആണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്, അതുകൊണ്ട് അത് രണ്ടുമാണ് ചേർത്തേക്കുന്നത്. ഇത് ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഒത്തിരി ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല. സേമിയ ഉപ്പുമാവുമ്പോൾ ഇപ്പോൾ ചേർത്തത്ര ഉപ്പ് മതിയാവും, പിന്നീട് ചേർക്കേണ്ടി വരത്തില്ല. പെട്ടെന്ന് ഉപ്പ് പിടിക്കും അതിലേക്ക്. ചെറുതായിട്ടൊന്ന് പച്ചക്കറി വാടിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. സേമിയ ഒട്ടിപ്പിടിക്കാതെ എല്ലായിടത്തും എത്തണം. അതിനുവേണ്ടി നന്നായിട്ട് വെജിറ്റബിൾസുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ സേമിയ ഉപ്മാവിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് വെള്ളം ചേർക്കുക എന്നുള്ളതാണ്. അത് ഒത്തിരി വെള്ളം കൂടിപ്പോയാൽ സേമിയ കുഴഞ്ഞു പോകും. അപ്പോൾ ഞാൻ 1 ബൗൾ സേമിയയ്ക്ക് 1 ബൗൾ വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. പക്ഷേ ആദ്യം പകുതി വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. 1/2 ബൗൾ വെള്ളം ഞാനിപ്പോൾ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുവാണ്. മിക്സ് ചെയ്തിട്ട് ഒരു 3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം.
ഇപ്പം 3 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ തുറന്ന് നോക്കുമ്പോഴേക്കും സേമിയ പകുതി വേവായിട്ടുണ്ടാവും. മുഴുവൻ വെന്തിട്ടുണ്ടാവില്ല, പകുതി വേവേ ആയിട്ടുണ്ടാവുള്ളൂ. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് 1/2 കപ്പ് വെള്ളം കൂടെ നമുക്കതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ ടോട്ടൽ 1 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ബാക്കി വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കിയിട്ട് വീണ്ടും നമുക്ക് 3 മിനിറ്റ് കൂടെ അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴേക്കും കറക്റ്റ് വേവായിട്ടുണ്ടാവും. ആദ്യം തന്നെ നിങ്ങൾ 1 കപ്പ് വെള്ളം ഫുൾ ഒഴിച്ചു കൊടുക്കരുത്, അപ്പോൾ കുഴഞ്ഞു വരും. ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. ഇങ്ങനെ ഒഴിക്കുമ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടുന്നത്. ഇനി 3 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം. 3 മിനിറ്റ് കൂടെ കഴിഞ്ഞ് നമ്മുടെ സേമിയ ഉപ്പുമാവ് റെഡി ആയിരിക്കുകയാണ്. വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. ചെറിയൊരു നനവുണ്ട്, അത് നമ്മൾ 1 മിനിറ്റ് ഒന്ന് തുറന്നു വെച്ചാൽ അതെല്ലാം മാറിക്കോളും. തണുക്കുമ്പോഴേക്കും കുറച്ചുകൂടെ കറക്റ്റായിട്ട് വെള്ളമൊക്കെ പാകത്തിനായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ സേമിയ ഉപ്പുമാവ് റെഡിയാണ്. ഇതിനകത്ത് വേണമെങ്കിൽ വെജിറ്റബിൾസ് ഒഴിവാക്കിക്കൊണ്ട് തേങ്ങ ചേർത്തും ഉണ്ടാക്കാം. അവസാനം ഇത്തിരി തേങ്ങ ഇട്ട് കൊടുത്താൽ മതി, വെജിറ്റബിൾസ് ഇട്ടില്ലെങ്കിൽ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇന്ന് തന്നെ ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കുക. താങ്ക് യു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണേ.